നമസ്തേ. നമ്മുടെ ക്ഷേത്രങ്ങളെ വെറും പ്രാർത്ഥനാലയങ്ങളല്ല, ആരാധിക്കേണ്ട സംരക്ഷിക്കേണ്ട ഇടങ്ങളാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഇടങ്ങളിൽ ദ്രവ്യശുദ്ധിയാടുന്ന, ദ്രവ്യകലശങ്ങളാടുന്ന, ദ്രവ്യമായിരിക്കുന്ന ദൈവം കുടിയിരിക്കുന്ന ദ്രവ്യം തന്നെയാണ് ദൈവം. ആ ദൈവം എന്ന് പറയുന്നത് ഈ ദ്രവ്യത്തിൻ്റെ മഹത്വം തന്നെയാണ്. അങ്ങനെയായിരിക്കുന്ന ദ്രവ്യകലശങ്ങളാടുന്ന ഇടത്ത് ക്ഷേത്രാചാര മര്യാദകൾ തീർച്ചയായിട്ടും പാലിക്കണം. ഒരിക്കലും ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് ആരും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട ഇടത്ത് മാത്രം പ്രവേശിച്ചാൽ മതി. അല്ലാത്ത ക്ഷേത്രങ്ങളിൽ ആ കീഴ്വഴക്കം തന്നെ, ക്ഷേത്രത്തിലെ എന്താണോ ആചാര അനുഷ്ഠാനങ്ങൾ അത് തന്നെ പാലിക്കണം. അതുപോലെ തന്നെ പുലയും വാലായ്മയും ആചരിക്കുക തന്നെ വേണം. സാധാരണ ശിവദേശങ്ങളാണ് ഈ നമ്മുടെ ക്ഷേത്രങ്ങൾ. ഇപ്പം നമ്മളുടെ ആ പുതിയ ആചാര്യന്മാരുണ്ട്, നമ്മളുടെ ക്ഷേത്രങ്ങളെല്ലാം സമാധി സ്ഥാനങ്ങളാണെന്ന്, ശവക്കല്ലറകളുടെ മുകളിലാണ് ഇത് പണിതിരിക്കുന്നതെന്നും, സിദ്ധന്മാരുടെ എല്ലാം സമാധി സ്ഥാനങ്ങളായിരുന്നു ഓരോ ക്ഷേത്രങ്ങളെന്നും വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട വസ്തുത, ശിവദേഹങ്ങളാണ് ക്ഷേത്രങ്ങൾ, ശവദേഹങ്ങളല്ല. സ്ത്രീകൾ പരമാത്മ ചൈതന്യമായിരിക്കുന്നതിനാൽ ശിരസ് മറച്ചുകൊണ്ട്, മുഖം മറച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം സാധ്യമല്ല. ഇപ്പോൾ പുരുഷന്മാർ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷന്മാർ, മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരം എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷലോകത്തിൻ്റെ, ഈ ഹരിതലോകത്തിൻ്റെ അവതാരമായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമായിരിക്കുന്ന സ്ത്രീയിൽ നിന്നും ഉയർക്കൊണ്ട, എന്നാൽ അതേസമയം ജീവാത്മശക്തിയുടെ വൈഭവമായിരിക്കുന്ന ആ പുരുഷൻ തീർച്ചയായിട്ടും ശിരസോ ഹൃദയസ്ഥാനമോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. ഇതാണ് വസ്തുത. ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണുതി പാദേശു. ത്രികണ വൈഭവമാണ് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മശക്തിക്ക് വേണ്ടി, മനഃശക്തിക്ക് വേണ്ടി, ശരീരശക്തിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രാരാധന. അപ്പോൾ ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുടെ ശുദ്ധിയാണ് അവിടെ ക്ഷേത്രശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈഷ്ണവ അവതാരമായിരിക്കുന്ന നിവർന്ന ശിരസോട് കൂടിയിട്ടുള്ള മനുഷ്യൻ, പുരുഷൻ ഒരേ സമയം ജീവാത്മശക്തിയും അതേസമയം പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ അകത്ത് കയറുമ്പോഴും ശിരസോ മുഖമോ ഹൃദയസ്ഥാനമോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. ചെരുപ്പിട്ട് ദയവ് ചെയ്ത് കയറരുത്, ശിരസ് മറച്ചുകൊണ്ട് കയറരുത്, ഹൃദയേശൻ്റെ ഹൃദയസ്ഥാനവും കൂടി മറയ്ക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് നല്ല ഷാളുകൾ ഉപയോഗിക്കാം. ക്ഷേത്രത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരു നേരിയത്, ഒരു ചെറിയ ഷാള് കരുതുക. എന്നിട്ട് അത് പുതച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുക. എല്ലാ ഭക്തജനങ്ങളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക.